മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ കഴിഞ്ഞ 1.5 മാസമായിട്ട് വിത്തൗട്ട് ഡിലേ ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യാതെ ഫോളോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് എനിക്ക് കൃത്യമായിട്ട് കാണുന്നുണ്ട്. എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ മാത്രമല്ല, എൻ്റെ മൊത്തമായിട്ടുള്ള സ്കിൻ കെയർ ഞാൻ ഒരു ദിവസം പോലും ഞാൻ ഗ്യാപ്പ് എടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ കാണിച്ചു തരാം. അപ്പം ജസ്റ്റ് പല്ല് തേച്ചിട്ട് ഇരിക്കുകയാണ്, കണ്ടല്ലോ, മേക്കപ്പ് ഒന്നുമില്ല. ഫേസ് വാഷ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് യൂസ് ചെയ്യുന്നത് ഞാൻ രാവിലേക്ക് ഹെവി ഫേസ് വാഷസ് ഒന്നും യൂസ് ചെയ്യാറില്ല. വളരെ ജെൻറ്റിലായിട്ടുള്ള മൈൽഡ് ഫേസ് വാഷസൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് മിനിമലിസ്റ്റിൻ്റെ ഓട്ട് എക്സ്ട്രാക്റ്റ് ജെൻറ്റിൽ ഫേസ് ക്ലെൻസറാണ്. ഒരു പറഞ്ഞ പോലെ തന്നെ ഒരു പാവം ഫേസ് വാഷാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ ഹൈലറോണിക് ആസിഡ്, വൈറ്റമിൻ B5, പിന്നെ എന്തോ ആയിക്കൊള്ളാത്ത ബിസബോളുൽ എന്തോ ഒരു സാധനം ഉണ്ട്. ഇത് സെൻസിറ്റീവ് സ്കിന്നിന് പറ്റുന്നതാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ആണെങ്കിൽ അതൊക്കെ കാം ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. കാരണം ഓട്സാണ് അതിലുള്ളത്. അപ്പം പ്രൈസ് വരുന്നത് നമുക്ക് 299 റുപ്പീസാണ്. 120 ml ആണ് പ്രൊഡക്റ്റ് വരുന്നത്. സോ ഇത് വെച്ചിട്ടാണ് ഞാൻ ആദ്യം രാവിലെ എപ്പോഴും ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇപ്പോൾ മുഖം കഴുകിക്കൊണ്ടിരിക്കുന്നത്. സോ ആദ്യം ഞാൻ മുഖം കഴുകിയിട്ട് വരട്ടെ, എന്നിട്ട് ഫേസ് വാഷ് അപ്ലൈ ചെയ്യട്ടെ. ഇതിൻ്റെ ഒരു 2 പമ്പ് എടുക്കും. ആൻഡ് ഇതിലിപ്പോൾ ഞാൻ 60 സെക്കൻഡ്സ് റൂളൊന്നും രാവിലത്തേൽ ഫോളോ ചെയ്യാറില്ല. വൈകുന്നേരമാണ് ഞാൻ 60 സെക്കൻഡ് റൂളൊക്കെ ഫോളോ ചെയ്യുന്നത്. കണ്ടോ, ജെൻറ്റിലായിട്ടുള്ളൊരു ഫേസ് വാഷാണ്. ജസ്റ്റ് തലേ ദിവസത്തെ രാത്രി എൻ്റെ നൈറ്റ് ടൈം ഓയിൽസും അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാണ്. ഒന്ന് മുഖം കഴുകി വന്ന ശേഷം ഞാൻ കാണിച്ചു തരാം. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു സെറം അപ്ലൈ ചെയ്യാനാണ്. ഞാൻ രാവിലെ നേരത്തെ യൂസ് ചെയ്യുന്നത് മിക്കപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത് മെജോറിറ്റി 98% ഞാൻ യൂസ് ചെയ്യുക ഈ ഒരു വിറ്റമിൻ C സെറമാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സെറമാണ്. ഡെർമാക്കോൻ്റെ 20% വൈറ്റമിൻ C സെറമാണ്. ഇത് കുറച്ച് ഹയർ കോൺസെൻട്രേഷനാണ്. ഇതിൽ ചെറിയ കോൺസെൻട്രേഷനും നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഇതാണ് ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അപ്ലൈ ചെയ്യുന്ന രീതിയും കുറച്ച് വ്യത്യാസമുണ്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. നേരത്തെ ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു, 2-3 ഡ്രോപ്പ് എടുത്തിട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ കയ്യിലേക്ക് ഇട്ടിട്ട് കയ്യിൽ നിന്നാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ഇത് മസാജ് ചെയ്യുന്നില്ല, ജസ്റ്റ് അപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്ത സ്റ്റെപ്പ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഞാനൊരു 10 മിനിറ്റ് ഗ്യാപ്പ് എടുക്കും. കാരണം എന്താ വെച്ചാൽ ഇത് നന്നായിട്ട് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് ഞാൻ പോയി ഫുഡ് കഴിക്കുന്നതും ഉണ്ടാക്കുന്നതും ഒക്കെ. ഈ ഒരു ഗ്യാപ്പിലാണ്, അതൊന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടുള്ള സമയത്താണ്. ഈ ഒരു 20% ഡെർമാക്കോൻ്റെ വൈറ്റമിൻ C സെറം നല്ല ഹൈലി കോൺസെൻട്രേറ്റഡ് ആണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വൈറ്റമിൻ C സെറമൊക്കെ യൂസ് ചെയ്യുന്നതെങ്കിൽ ചെറിയ കോൺസെൻട്രേഷനിൽ നിന്ന് തുടങ്ങാം. അതിനുശേഷം ഈ ഒരു ഹയർ കോൺസെൻട്രേഷനിലേക്ക് വന്നാൽ മതി. ഇത് ചെറിയൊരു പെർഫ്യൂം ഉണ്ട്, ചെറിയൊരു ഫ്രേഗ്രൻസ് ഉണ്ട് ഇതിൽ. പിന്നെ ഇതിൽ വൈറ്റമിൻ C മാത്രമല്ല, അതിൽ ഫെലോറിക് ആസിഡ് ഉണ്ട്, ഹൈലറോണിക് ആസിഡ് ഉണ്ട്. പക്ഷേ രാവിലെ മാത്രമല്ല കേട്ടോ, രാത്രിയും യൂസ് ചെയ്യാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും രാവിലെയാണ്, അതുകൊണ്ടാണ് അത് രാവിലെ തേക്കുന്നത്. ഇതില്ലെങ്കിൽ ഞാൻ ബാക്കിയുള്ള സമയത്ത് വല്ലപ്പോഴും ഓൾട്ടർനേറ്റീവായിട്ട് മാറ്റി തേക്കുന്നത് സാലിസിലിക് ആസിഡാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ മിനിമലിസ്റ്റിൻ്റെ ഈ ഒരു സാലിസിലിക് ആസിഡാണ്. 0.2% സാലിസിലിക് ആസിഡാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. വല്ലപ്പോഴും ഓൾട്ടർനേറ്റീവ് ഡേയ്സ് മാത്രം മാറ്റി തേക്കും. ഓക്കെ, അപ്പം ഇത് നന്നായിട്ട് അബ്സോർബായി തുടങ്ങുന്നുണ്ട്. വൈറ്റമിൻ C സെറം അറിയാലോ, കുറച്ച് സ്റ്റിക്കിയാണ്. അപ്പം അടുത്തത് ഞാൻ അപ്ലൈ ചെയ്യുന്നത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. നല്ലൊരു സെറമൈഡുള്ള നല്ലൊരു ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ ആയിരിക്കും ഞാൻ അപ്ലൈ ചെയ്യുന്നത്. എർത്ത് ഋതത്തിൻ്റെ ഫൈറ്റോ സെറമൈഡ് മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതെൻ്റെ ഫേവറേറ്റാണ്. ഇതെൻ്റെ സെക്കൻഡ് ബോട്ടിലാണ് കേട്ടോ. അത്ര എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ്. ഇതിൽ നമ്മുടെ മുഖം നന്നായിട്ട് മോയ്സ്ചറൈസ് ആകും. ചിലപ്പോൾ ഞാൻ രാത്രിയും ഒക്കെ ഒന്ന് പാക്കായിട്ട് തന്നെ ഇട്ട് എടുക്കാറുണ്ട്. ഇത്
അപ്പം ഇത് ഞാൻ രണ്ട് മൂന്ന് പമ്പ് എടുത്തിട്ട് 3 പമ്പ് എടുത്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യും. എന്നിട്ട് അപ്ലൈ ചെയ്യും. ആദ്യം കാണുമ്പോൾ സ്കിൻ അബ്സോർബ് ചെയ്യാത്ത മാതിരി തോന്നും, പക്ഷെ ഒരു 5 മിനിറ്റ് സമയം കൊടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ അബ്സോർബ് ആയിക്കോളും. ഓക്കെ, ഈ സമയത്ത് ഞാൻ ചെറിയൊരു മസാജും കൊടുക്കും. അതുമാതിരി കഴുത്തും മറക്കില്ല, കഴുത്തിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യും. ഓക്കെ, ബാക്കിയുള്ളത് കയ്യിലേക്ക് സ്പ്രെഡ് ചെയ്യാണ്. കണ്ടോ, അബ്സോർബായി കഴിഞ്ഞു. ഇനിയും വീണ്ടും ഞാനൊരു 2-3 മിനിറ്റ് ഞാൻ സമയം കൊടുക്കും ഇതൊന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ. കണ്ടോ, നമ്മുടെ മോയ്സ്ചറൈസറൊക്കെ നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്, നല്ലൊരു ഗ്ലോ തരും. പുറത്ത് പോകുന്ന ദിവസങ്ങളിൽ ഞാൻ മസ്റ്റായിട്ടും സൺസ്ക്രീൻ തേച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് ഈ ഒരു എർത്ത് ഋതത്തിൻ്റെ ഈ ഒരു സൺസ്ക്രീനാണ്. ഇതിൽ SPF 50 ഉണ്ട്, PA++++ ഉണ്ട്. ഓക്കെ, ഇത് ഹൈബ്രിഡ് സൺസ്ക്രീനാണ്. ഇതിൽ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ സൺസ്ക്രീൻ രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഹൈബ്രിഡ് സൺസ്ക്രീനാണ്. അപ്പം പുറത്ത് പോകുന്ന ദിവസങ്ങളിൽ ഞാൻ എന്തായാലും സൺസ്ക്രീൻ തേച്ചിട്ടുണ്ട്. വീട്ടിനകത്തായതുകൊണ്ട് ഞാൻ എൻ്റെ മടി കാരണം ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങളത് ഫോളോ ചെയ്യരുത്, നിങ്ങൾ എന്തായാലും സൺസ്ക്രീൻ തേക്കണം. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഫൈനൽ സ്റ്റെപ്പ് ഒരു കാര്യം മറന്നുപോയി, നമ്മുടെ ലിപ് ബാം. റാൻഡം ഏതെങ്കിലും ലിപ് ബാം ഞാൻ യൂസ് ചെയ്യുന്നത്. മിക്കപ്പോഴും വാസ്ലിൻ ആയിരിക്കും, നമ്മുടെ ഗുഡ് ഓൾഡ് വാസ്ലിൻ ആണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കയ്യിൽ കിട്ടിയത് ഇപ്പോൾ അടുത്തിരിക്കുന്നത് നിവ്യ ആയതുകൊണ്ട് നിവ്യയുടെ ഈ ഒരു ലിപ് ബാമാണ് ഞാൻ ഫൈനൽ സ്റ്റെപ്പായിട്ട് അപ്ലൈ ചെയ്യുന്നത്. സോ ഇത്രയേ ഉള്ളൂ, എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ, മോർണിംഗ് സ്കിൻ കെയർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.